ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റെട്രോ കണ്ടു. സൂര്യയുടെ പടം കാർത്തിക് സുബ്രാജിൻ്റെ ഡയറക്ഷനിൽ സൂര്യ നായകനായി എത്തിയ സിനിമയാണ്. ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇന്നലെ റിവ്യൂസൊക്കെ കണ്ടു. അത്ര വലിയ പോസിറ്റീവ് റിവ്യൂ അല്ല കണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെ സിമ്പിളായിട്ട് പോയി കണ്ടു. പടത്തിൽ ഒരുപാട് നല്ല ഘടകങ്ങളുണ്ട്, ഒരുപാട് നല്ല ഘടകങ്ങൾ. എന്നാലും അടിപൊളി, നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തോ, സെറ്റ് സാധനം എന്ന് പറയാനുള്ള ഒരു സംഭവം കണ്ടില്ല. അതായത് നമ്മുടെ തുടരും സിനിമയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ അടിപൊളി ടിക്കറ്റ് എടുത്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ പറയാൻ ഈ പടത്തിൽ തോന്നിയില്ല. കാരണം ഞാൻ പറയാം, അതിനുമുമ്പ് ഇതിൻ്റെ നല്ല വശങ്ങൾ തന്നെ പറയാമല്ലോ. നല്ല വശങ്ങൾ ഒരുപാടുള്ള സിനിമയാണെന്ന് പറഞ്ഞില്ലേ. ഒന്നാമത്തെ കാര്യം, ഇതിലെ ആക്ടേഴ്സൊക്കെ അടിപൊളി ആക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആക്ടിങ്ങിൻ്റെ ഭാഗത്ത് എവിടെയും ഒരു പാളിച്ചയും പറയാനില്ല. അതായത് സൂര്യ നമുക്കറിയാം, സെറ്റ് മനുഷ്യനാണ്. അതേപോലെ പ്രകാശ് രാജ് ആയിക്കോട്ടെ, നമ്മുടെ ജോജു ജോർജ് ആയിക്കോട്ടെ, നാസർ ആയിക്കോട്ടെ, ജയറാം ആയിക്കോട്ടെ, പിന്നെ നായിക പൂജ ഹെഗ്ഡെ ആയിക്കോട്ടെ, എല്ലാവരും തന്നെയും അടിപൊളി ആക്ടേഴ്സാണ്. അവരുടെ റോളുകൾ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലും ഒരു പോരായ്മയും പറയാനില്ല. സെറ്റായിരുന്നു എല്ലാവരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രധാന ഹൈലൈറ്റാണ് വിഷ്വൽസ്. നമ്മൾ തുടക്കത്തിലൊരു ട്രെയിൻ ഫൈറ്റൊക്കെ ഉണ്ട്, ചെറിയൊരു ട്രെയിൻ ഫൈറ്റ്. അത്രയും ട്രെയിൻ ഫൈറ്റൊക്കെ അത്രയും എടുത്തു പറയാൻ കാരണം അത്രയും ചെറിയൊരു ഗ്യാപ്പിനുള്ള അങ്ങനെയുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ഹാർഡാണ്. അതിനെക്കുറിച്ച് ഇത്തിരിയൊക്കെ നോളജ് ഉള്ളവർക്ക് അറിയാം. ക്യാമറയുടെ മൂവ്മെൻറ്റും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പാടാണ് അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ആ സീനിൽ അഭിനയിച്ചിരുന്ന പയ്യനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഇതിൻ്റെ ആദ്യത്തെ ഒരു രംഗം നമ്മളെ ആ സിനിമയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്ന ഒരു പ്രധാന ഘടകമായി. പിന്നീട് അങ്ങോട്ട് ഇതിൽ വരുന്ന എല്ലാ സീനുകളും, സൂര്യ വന്നതിന് ശേഷമുള്ള ഒട്ടനവധി സീനുകൾ കാര്യങ്ങൾ എന്തായാലും ആ സീനുകളൊക്കെ സീൻ വൈസ് ഗംഭീരമായിരുന്നു. സോ വിഷ്വൽസ് അതിൻ്റെ എല്ലാ എലമെൻസും നല്ല രീതിയിൽ തന്നെ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാന എനിക്ക് എടുത്തു പറയാൻ തോന്നിയ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചൊരു ഘടകമാണ് ഒരു സിംഗിൾ ഷോട്ട് ഫൈറ്റ് വരുന്നുണ്ട് സൂര്യയുടെ. ആ ഒരു ഫൈറ്റിൽ അദ്ദേഹത്തിന് ക്യാമറ ഫോളോ ചെയ്യുന്നതും അദ്ദേഹം ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വരുന്നതും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അതിൽ ആക്ട് ചെയ്ത എല്ലാ നടന്മാരും, സൂര്യയും ഇതിൻ്റെ ക്യാമറയും എല്ലാം തന്നെ ഗംഭീരമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടീസ് ചെയ്യും. ഈ സിംഗിൾ ഷോട്ട് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ, പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. നല്ലൊരു സംഭവമായിരുന്നു അത്. പിന്നെ അടുത്തായിട്ട് എടുത്ത് പറയേണ്ട മറ്റൊരു ഘടകമാണ് മ്യൂസിക്. എന്തായാലും ഇതിൽ പാട്ടുകൾ അങ്ങനെ മോശം തല്ലിപ്പിളക്കി എന്ന് പറയുന്നൊരു അവസ്ഥയൊന്നും തോന്നിയില്ല. നല്ല പാട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ബാക്കി മ്യൂസിക് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ആ പാട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സിനിമയിലത്തെ മ്യൂസിക് ആ ഓരോ ടൈമിനും അനുസരിച്ചിട്ട് അതിൻ്റെതായ ഒരു രീതിയിലുള്ള മ്യൂസിക്കാണ് എനിക്ക് തോന്നിയത്. അതായത് നല്ലത് കറക്റ്റായിട്ടും ആ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ സീനിൽ എങ്ങനെ വേണോ ഒരു മ്യൂസിക്, ആ സീനിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണമല്ലോ മ്യൂസിക്. തീർച്ചയായിട്ടും ആ സീനിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആ സീനിന് ഡെപ്ത് കൊടുക്കുന്ന തരത്തിലുള്ള നല്ല മ്യൂസിക്കായിരുന്നു. സോ സിനിമയുടെ മ്യൂസിക്കിൻ്റെ പോർഷനും നല്ല രീതിക്കാണ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത്. സോ അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഈ സിനിമയിൽ നന്നായിട്ട് വന്നു. സോ അപ്പോൾ മൊത്തത്തിൽ സിനിമ അടിപൊളിയായിട്ടുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അങ്ങനെ അടിപൊളി സൂര്യയുടെ ഒരു ഭയങ്കര പടം എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരും. ഈ സിനിമ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു നേച്ചറൊക്കെ നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു താളം നമുക്ക് മനസ്സിലായി. നമ്മൾ അതിൻ്റെ ഒപ്പം മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു മൂവിങ് ഉണ്ടല്ലോ, ഇത് അവസാനം വരെയും ഇങ്ങനെ തന്നെ അങ്ങ് പോയി അവസാനം എത്തുമ്പോൾ അങ്ങ് അവസാനിച്ചു. അത്രയേ ഉള്ളൂ. അതായത് നമുക്കൊരു സാധാരണ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ അങ്ങനെ കയറി വന്ന് ഇൻ്റർവെല്ലൊരു ഇൻ്റർവെൽ പഞ്ച്, അങ്ങനെ ഭയങ്കര പഞ്ച് അല്ലെങ്കിലും ഇൻ്റർവെൽ എത്തുമ്പോൾ നമ്മളൊന്ന് ഉയർന്ന് വന്ന് അടുത്തത് എന്ത് എന്ന്, ഇൻ്റർവെൽ കഴിഞ്ഞ് എന്തായിരിക്കും എന്നറിയാൻ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നുമില്ല. അതേ ഒരു ടോണിൽ തന്നെ അങ്ങ് പോയിട്ട് അവസാനം അതങ്ങ് അവസാനിക്കും. കണക്റ്റ് ആവാതെ പോയി നമുക്ക് ഈ സിനിമ എന്നുള്ളതാണ് സത്യം. രണ്ടാമത് ഇതിലെ സെൻറ്റിമെൻസുകൾ, ഇതിൽ എല്ലാതരം സെൻറ്റിമെൻസും ഉണ്ട്. പക്ഷേ ഇതൊന്നും തന്നെയും നമ്മളെ പിടിച്ചിരുത്തുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന പോരായ്മയാണ്. എന്തുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ ഒരു ഫ്ലാറ്റായ പോലെ ഒന്നും ഇങ്ങനെ ഫീൽ ചെയ്യാതെ പോയെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നിയ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിൽ വില്ലൻ ക്യാരക്ടറുകൾ 2-3 ഉണ്ട്. 2-3 വില്ലന്മാരുണ്ട്. ഇവർ പല കൊടൂര വില്ലത്തരങ്ങളൊക്കെ ചിലർ കാണിക്കുന്നുണ്ട്. അതിലൊരു പുതിയ പയ്യൻ വില്ലനായിട്ട്, പുതിയ പയ്യനാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ആളെ എനിക്ക് പരിചയമില്ല. എന്തായാലും ആ പയ്യൻ നല്ല സ്റ്റൈലായിട്ട് വന്ന് വില്ലത്തരമൊക്കെ കാണിക്കുന്നുണ്ട്, കുറേ കൊടൂര വില്ലത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിരിച്ച് കോമഡി കാണിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ആ വില്ലന്മാർക്കൊന്നും ഒരു പവറില്ല. ഈ ഒരാളെ ചില ആൾക്കാരെ കുത്തിക്കൊല്ലുന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ വലിയ വില്ലനാന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു സിനിമയിൽ ഒരു ഡയലോഗ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ, അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു സാധനമാണ്. അല്ലാണ്ട് ഒരു ഭയങ്കര പവർഫുള്ളായ വില്ലന്മാരില്ലാതെ പോയതാണ് ഈ സിനിമയുടെ ഒരു പോരായ്മ എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. അല്ലാണ്ട് ഈ പടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ടാണ് ഈ സിനിമയിൽ വന്നുള്ളത്. ഒന്നിനും കുറവ് പറയാനില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഫീലും ഇല്ലാതെ അങ്ങ് പോയി അവസാനിച്ച പോലെ തോന്നുകയും ചെയ്തു. സോ എനിക്ക് തോന്നിയത് ഇതായിരിക്കുമല്ലോ കാരണം. വില്ലന്മാരെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് ചിന്തിച്ച് വൃത്തിയായിട്ടൊന്ന് തയ്യാറാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ഇമ്പാക്റ്റ് തരുമായിരുന്ന സിനിമയാണെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. സോ അപ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷകളൊന്നും വെക്കാതെ ഒരു സാധാരണ ഒരു ഡീസൻ്റായ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാം എന്ന മൈൻഡ് സെറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ശരാശരി നിലവാരമുള്ള സിനിമയാണ് റെട്രോ എന്നുള്ളതാണ് മൊത്തത്തിൽ എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ തരാം. അപ്പോൾ വീണ്ടും നാളെ ഹിറ്റ് സിനിമ കാണാൻ പോകുന്നുണ്ട്. ഹിറ്റ് 3
തേർഡ് കേസോ അങ്ങനെ എന്തോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ നാനിയുടെ. അപ്പോൾ അത് കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ.